അസ്സലാമലൈക്കും. ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ്റർഡേ വ്ലോഗാണ് കേട്ടോ, സൺഡേ അല്ല. ഞാനിത് ഇടുന്നത് മൺഡേ ആയിരിക്കും മേ ബി. ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ചായ എല്ലാം വെച്ച ശേഷം എന്താ പറയുക, ബാക്കിയുള്ള പരിപാടികളെല്ലാം ചെയ്യണം. ഇന്നൊരു ചെറിയ ഷോപ്പിങ്ങും കൂടി ഉണ്ട്, അപ്പോൾ അതിനൊക്കെ പോകണം. അതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് വേണം പോകാൻ, കഴിച്ചിട്ട് വേണം പോകാൻ. അപ്പോൾ എല്ലാവരും കൂടെ പുറത്ത് പോകാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ പുറത്ത് പോയി കഴിക്കുന്ന ഒരു ഇതില്ല. പാർസലൊക്കെ മേടിച്ചിട്ട് വരും, അല്ലെങ്കിൽ ഓർഡർ ചെയ്യും, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കേട്ടോ ചെയ്യാറ് ഇപ്പം. അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ ഫുഡ് അടിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അപ്പോൾ ഇപ്പം അതൊന്നും നടക്കുന്നില്ല. ഉമ്മാൻ്റെ കൈയൊന്നും ശരിയായി പിന്നെ നോക്കാമല്ലോ ഇൻഷാല്ല. അപ്പോൾ ഇതാ ചായ എല്ലാം റെഡിയാക്കി റിഹാൻ ഇത് ചായ എല്ലാം കൊണ്ടു കൊടുക്കുകയാണ്. ഇന്ന് ജിമ്മിൽ ലെഗ് ഡേ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര ഉഷാറായിരുന്നു കേട്ടോ. സാറ്റർഡേ പൊതുവെ ലെഗാണ്. അപ്പോൾ ഇതാ ഞാനും വേഗം പോയി ചായ എല്ലാം കുടിച്ചു. ഈ ഒരു മാതിരി ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ലൂസാണ് കേട്ടോ. അതാണ് ഞാൻ ഇതിലൊക്കെ കുറച്ച് തടി തോന്നിക്കുന്നത്. പൊതുവേ എൻ്റെ എല്ലാ ഡ്രസ്സും എനിക്ക് ഭയങ്കര ലൂസായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതെല്ലാം ഒന്ന് ശരിയാക്കണോ വേണ്ടയോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ലൂസിൽ ഡ്രസ്സ് ഇട്ടിട്ട് ഭയങ്കര കംഫേർട്ട് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ടൈറ്റിലിടുമെന്നുള്ളത് എനിക്ക് ഡൗട്ടാണ്. ഇന്നലെ പോയി എടുത്ത ഡ്രസ്സ് പോലെ എനിക്ക് കുറച്ച് ലൂസുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആ കുട്ടി എന്നോട് പറഞ്ഞ് ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഇതാ ഒരു അയാൾക്ക് വേണ്ടിയിട്ടുള്ള ബൂസ്റ്റൊക്കെ റെഡി ആക്കിയിട്ട് എടുക്കുകയാണ്. ഇന്നിപ്പോൾ മോർണിംഗ് നല്ല മസാല ദോശ കഴിക്കാൻ ഒരു പൂതി. അതിൻ്റെ കൂടെ ഉഴുന്നുവട, സാമ്പാർ, ചട്നി. പൊതുവേ സൺഡേ ആണ് ചീറ്റ് ഡേ കേട്ടോ ഞങ്ങളുടെ. അപ്പോൾ ഇന്ന് ഇക്കാക്ക് ജോബില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു സാറ്റർഡേ ഒന്ന് ചീറ്റ് ഡേ ആക്കിയാലോ എന്നുള്ളത്. എന്തായാലും സൺഡേ പോയി കല്യാണത്തിനൊക്കെ പോയി മട്ടൻ ബിരിയാണി അടിക്കണം. അപ്പോൾ 2 ദിവസമാവും ചീറ്റില്ല. എന്തായാലും ഇന്ന് ഇതൊക്കെ കഴിക്കാൻ ഒരു ഭയങ്കര പൂതിയുണ്ട്. പിന്നെ എൻ്റെ ഉമ്മയുടെ ബിരിയാണി കഴിക്കാനും അതിലേറെ പൂതിയുണ്ട് കേട്ടോ. വീട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം അത് വേറെ. എന്നോട് വീട്ടിൽ പോകാറില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. വീട്ടിൽ പോകാണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാരണമാണ് നമ്മൾ വീട്ടിൽ പോകാത്തത് കേട്ടോ. അപ്പോൾ ഉഴുന്നുവട എന്തായാലും ഞാൻ ഉണ്ടാക്കില്ല, ശരിയാവില്ല. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായ സംഭവമാണ്. ഇനി ഞാൻ ട്രൈ ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മുടെ അവിടെ ശരവണ ഭവൻ ഉണ്ട്, അവിടെ പോയിട്ട് അത് മേടിക്കുക പറഞ്ഞിട്ട് ഇക്കയും റിഹാനും കൂടെ പോയതാണ്. ആ സമയം കൊണ്ട് ഞാൻ വേഗം വീട്ടിലുള്ള ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. തുടയ്ക്കൽ പിന്നെ എല്ലാ പണിയും കഴിഞ്ഞിട്ട് തുടയ്ക്കാം എന്നുള്ള ഒരു പ്ലാനാണ്. സമയം കിട്ടുകയാണെങ്കിൽ തുടയ്ക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത്ര തന്നെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഹോളും ബെഡ്റൂമും ബെഡ്ഷീറ്റും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ക്ലീൻ ആക്കി എടുക്കുകയാണ്. ആ കവറിൽ കാണുന്നതൊക്കെ അയൺ ചെയ്യാനുള്ള ഡ്രസ്സാണ് കേട്ടോ. ഒരു ചേച്ചി വന്ന് കൊണ്ടുപോയി അയൺ ചെയ്ത് കൊണ്ടുവന്ന് തരും. നമ്മൾ പൈസ കൊടുത്താൽ മതി. ഓക്കെ, പൈസ പിന്നെ കൊടുക്കണമല്ലോ അല്ലേ. അപ്പോൾ ഇക്കാൻ്റെ ഡ്രസ്സാണത്. ഞാൻ അയൺ ചെയ്താൽ ശരിയാവില്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം അങ്ങനെ കൊണ്ടുവന്നത്. അതിന് മുമ്പായിട്ട് ഇവിടുത്തെ ഉപ്പയാണ് കേട്ടോ അയൺ ചെയ്തിരുന്നത്. ഉമ്മാക്കും വലിയ ഇതിലറിയില്ല. ഉമ്മാൻ്റെ ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യും. പാൻറ് ഷർട്ടൊന്നും ചെയ്യണേ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഇനി അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ വേഗം അടിച്ചു വാരി എടുക്കുകയാണ്. ഞാൻ പണ്ട് ഇങ്ങനെ പാൻറ്റൊക്കെ അയൺ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് ശരിയാവുന്നില്ല, ചുളിവൊന്നും നീരുന്നില്ല കേട്ടോ. ഇതാകുമ്പോൾ അവർ നല്ല ചൂടുള്ള കനലൊക്കെ ഉള്ള പെട്ടി വെച്ചിട്ടല്ല അയൺ ചെയ്യുക. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇക്ക അവിടെ മതി എന്ന് പറഞ്ഞത്. പക്ഷേ അത്യാവശ്യം ചാർജൊക്കെ ഉണ്ട് കേട്ടോ അയൺ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ തന്നെ അടിച്ചു വരുമ്പോഴേക്കും ഞാൻ കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. മല്ലിയില മേടിച്ച് അവസാനം ഒരുപാട് അങ്ങായി പോയിട്ടോ. ഇക്കയും കുറേ കൊണ്ടുവന്നു, അയാനും കൊണ്ടുവന്നു. ഫ്രഷ് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒരു 10 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ നല്ല പോലെ ആയി. അപ്പം ഞാൻ അന്ന് ചെയ്ത ആ ട്രിക്ക് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തു കേട്ടോ. അപ്പോൾ പിന്നെ കേട് വരില്ലല്ലോ. അത് കാണാത്തവരുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോക്ക് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഉടനെ തന്നെ ലൈക്ക് ചെയ്യണം. കമൻറ്റ് വായിക്കാനായിട്ട് ഒരു കുട്ടി ഇപ്പം എൻ്റെ വീഡിയോ കാണാറേ ഇല്ല എന്ന് പറഞ്ഞു. അത് ഭയങ്കര സങ്കടമുള്ള ഒരു കാര്യമാണ്. ഞാൻ കമൻറ്റ് ഇടയ്ക്കല്ല ഞാൻ വായിക്കാൻ തുടങ്ങിയത്. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കണ്ടു തുടങ്ങിയതല്ലേ. ആ ഒരു ഇഷ്ടം പെട്ടെന്ന് പോവോ എനിക്കറിയില്ല.
നമ്മൾ ഓക്കെ അവർക്ക് ഓക്കെ അല്ല എന്ന് പറയുന്ന ഒരു കാര്യം അവരെ നമ്മൾ ഇഷ്ടപ്പെടാണ്ടിരിക്കൂലല്ലോ. ഞാനങ്ങനെയല്ല കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ആ ഒരു കമന്റ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടാ. അപ്പൊ എന്തായാലും ഞാൻ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറഞ്ഞ് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി എനിക്കറിയില്ല കാണുമെന്ന്. കാണുകയാണെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാൽ നമുക്ക് സന്തോഷമായേനെ. അങ്ങനെ ഇതാ മല്ലിയില കൊണ്ടുവന്നതൊക്കെ ഞാൻ പകുതി എടുത്തിട്ട് ഇതുപോലെ ആക്കിയിട്ട് നമുക്കൊരു കവറും കൂടെ ആവശ്യമുണ്ട് കേട്ടോ, ഈ പോളിത്തീൻ കവർ. അതിന് ഇതാ ഇങ്ങനെ അങ്ങ് മൂടി വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് ആയിട്ട് 1-2 ആഴ്ചയോളം മല്ലിയില ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്രിഡ്ജിൽ ഡോറിൻ്റെ അവിടെ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ വേഗം എന്ത് ചെയ്തു, നമ്മുടെ പരിപാടിക്ക് നിന്നു, ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി. അപ്പൊ നല്ല മസാല ദോശ ഉണ്ടാക്കണം. ഉഴുന്നുവട, സാമ്പാറും ചട്നിയും അതിൻ്റെ കൂടെ കിട്ടും കേട്ടോ. ശരവണ ഭവനിൽ പോയി വാങ്ങിച്ചു കഴിഞ്ഞാൽ അതാണ് ഒരു ഗുണം. പക്ഷെ ഭയങ്കര റേറ്റ് ആണ്, അൺസഹിക്കബിൾ ആണ്. അപ്പൊ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിഴങ്ങ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഞാൻ ഇതിനെ ഒന്ന് വിസിലടുപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 വിസിൽ മതി കേട്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടി. ആ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതിലോട്ട് ആവശ്യമുള്ള വലിയുള്ളി എടുത്തു. ഞാൻ വലിയുള്ളി അതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടാറില്ല, വഴറ്റി ചേർക്കാറാണ്. ചില ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് ഇട്ടിട്ട് കടുക് പൊട്ടിച്ചെടുക്കണ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. ചില ആൾക്കാർ ഉണ്ടാക്കുന്ന ടേസ്റ്റാണ്. എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭൂരി മസാലയ്ക്കൊക്കെ അത് ഭൂരി മസാല കഴിക്കുമ്പോൾ അങ്ങനെ ആക്കിയിട്ട് എടുക്കണം കണ്ടിട്ടുണ്ട്. അപ്പുറത്ത് ഞാൻ തക്കാളി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങിലാണ്. ഇതാ ഇവിടെ നമ്മുടെ 1 വിസിൽ വന്നു കഴിഞ്ഞു. അങ്ങനെ കുക്കർ 3 വിസിൽ അടുപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇനി നമുക്ക് ഇതൊന്ന് കടുക് വറുത്തെടുക്കണം, താളിച്ചെടുക്കണം. ഓക്കെ, കടുക് ഇട്ട് കൊടുത്ത്, ചെറിയ ജീരകം ഇട്ട് കൊടുത്തു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ ഇത് ചെയ്തെടുക്കാറ്. പിന്നെ 2 വലിയുള്ളി സ്ലൈസ് ആക്കിയതും ഉപ്പും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വഴറ്റിയെടുക്കണം. എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പച്ചമണം കടിക്കും. എനിക്കിഷ്ടമല്ല കേട്ടോ അങ്ങനെ ആവുന്നത്. അപ്പോൾ ഇതാ അപ്പുറത്ത് നമ്മൾ തക്കാളി ചട്നിക്ക് വേണ്ട മുളക് പൊടിയും ഉപ്പും കറിവേപ്പിലയും മല്ലിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങോട്ട് ഞാൻ സെയിം പ്രോസസ്സ് തന്നെ കേട്ടോ, മല്ലിയിലും കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഈ ഉള്ളിനെ നന്നായിട്ട് വഴറ്റിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർക്കാം, പക്ഷെ ഞാനത് ചേർത്തിട്ടില്ല. ഓക്കെ, പിന്നെ തക്കാളി ചട്നിയുടെ എല്ലാം റെഡി ആയപ്പോഴത്തേക്ക് ഞാൻ അതിനൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പുറത്ത് നമ്മുടെ ഉരുളക്കിഴങ്ങ് ആയതിനെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള ഒരു സംഭവത്തിൽ ഉടച്ചെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് ഉടഞ്ഞു കിട്ടും. അധികം വെള്ളമൊന്നും പാടില്ല കേട്ടോ. നമ്മുടെ ഈ മസാലയിൽ വെള്ളം ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കണേ, എന്നാലേ നമ്മുടെ മസാല ദോശയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് പലതും ഉണ്ടാക്കാം അല്ലെ, ഭൂരിക്കും കഴിക്കാം കേട്ടോ ഈ മസാല. ബോണ്ട ഉണ്ടാക്കാം, പിന്നെ ഇതാ കട്ട്ലറ്റ് ഉണ്ടാക്കാം, അങ്ങനെ പലതും ഉണ്ടാക്കാമെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇക്ക കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ ഇവിടെ എടുക്കുന്നത്. നല്ല സാമ്പാറുണ്ട്. സാമ്പാർ ഭയങ്കര നല്ലതെന്നൊന്നും പറയാൻ പറ്റില്ല, പൊടി സാമ്പാറാണ്. ഇവിടെ എല്ലാവർക്കും പൊതുവേ വറുത്തരച്ച സാമ്പാറാണ് കേട്ടോ ഇഷ്ടം. എന്നോട് ഉണ്ടാക്കാൻ പറഞ്ഞാണ്, പക്ഷെ ഒന്നും നടക്കൂല, ബിരിയാണി വെക്കണ്ടേ. വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ ഒരു ലോങ് പ്രോസസ്സാണ്. പ്രത്യേകിച്ച് എനിക്ക്, ഞാൻ അത് ഉണ്ടാക്കുമ്പോൾ 2-3 ദിവസത്തിനൊക്കെ ചേർത്തി ഉണ്ടാക്കും. അതുകൊണ്ട് നമുക്ക് ഇന്ന് വേണ്ട പിന്നെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇതാ നമ്മുടെ ദോശയുടെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ബാറ്ററാണ് കേട്ടോ. വല്ലപ്പോഴും എമർജൻസിക്ക് നമ്മളിവിടെ മേടിക്കാറുള്ളൂ, അല്ലാണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ. നമ്മുടെ തക്കാളി ചട്നി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. ദോശ ഒന്ന് മുരിഞ്ഞ് വന്നപ്പോഴത്തേക്കും എന്താ നമ്മൾ മസാല ഒഴിച്ചു കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമ്മുടെ ദോശ മുരിക്കാൻ. ഇങ്ങനത്തെ മസാല ദോശയിൽ എനിക്ക് നെയ്യ് ഇടുന്നത് വലിയ ഇഷ്ടമല്ല. അപ്പം നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമ്മുടെ ദോശ വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇച്ചിരി സാമ്പാർ, ഉഴുന്നുവട, ഇതുപോലെ ചമ്മന്തി, ഇനി പൊടി ഉണ്ടെങ്കിൽ അതും, പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. നല്ല വൈറ്റ് ചട്നിയൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫീല് വേറൊരു ലെവലാണ്. അപ്പോൾ ഈ 2 വായ മാത്രമേ ഞാൻ അതൊന്ന് കഴിച്ചിട്ടുള്ളൂ. പിന്നെ റിഹാൻ കൊണ്ടു കൊടുത്തു, ബാക്കി നീ ഫിനിഷ് ആക്കിക്കോ എന്ന് പറഞ്ഞിട്ട്. വീഡിയോക്ക് വേണ്ടി കഴിക്കാന്ന് അറിയില്ല. അങ്ങനെ ഞാൻ വീഡിയോക്ക് വേണ്ടി കഴിക്കുമ്പോൾ പലരുടെ വിചാരം ഞാൻ ഭയങ്കര ഫുഡിയാണ് എന്നാണ്. ഫുഡിയാണ് കേട്ടോ, ഇല്ല എന്നല്ല, പക്ഷെ എനിക്ക് കൺട്രോൾ ചെയ്യാനും വയ്ക്കും. ഓക്കെ,
അപ്പൊ എന്തായാലും റിഹാൻ അവിടെ ഇരുന്ന് കഴിച്ചു. നെക്സ്റ്റ് അയാൻക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, കുറെ നോട്ടം നോക്കണ വേണ്ടിയില്ല അവന്. അപ്പോൾ അയാൻക്ക് ഉണ്ടാക്കി പപ്പാക്ക് കൊടുത്തു, അതിനുശേഷം ഇക്കാക്ക് കൊടുത്തു, പിന്നെ മമ്മിക്ക് കൊടുത്തു, പിന്നെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ നമ്മുടെ അടുക്കളയിലെ കോല ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇനി അതെല്ലാം ഒന്ന് നീറ്റാക്കി എടുത്ത ശേഷം വേണം ചായ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഏറെക്കുറെ പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്, ഇനി കുറച്ച് പാത്രം കഴുകാനുണ്ട്. പിന്നെ എന്താ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. നല്ല കാറ്റാണ് അടുക്കളയിലോട്ട്, ജനല് തുറന്നിടാൻ പറ്റില്ല. അതുപോലെ ഫ്രണ്ടിലത്തെ വാതിൽ തുറന്നിട്ടാലും നേരെ വരുന്ന കാറ്റ് അടുക്കളയിലോട്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, കുക്കിങ്ങിന് അവിടെ ഒരു വാതിലുണ്ട്, അതിനെ ക്ലോസ് ചെയ്യും. ജനൽ ഞാൻ ക്ലോസ് ചെയ്യാറില്ല. ജനലൊക്കെ തുറന്നിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ അടുക്കളയിൽ നിൽക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് സ്ത്രീകൾക്ക് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ്. ഞാൻ ഒരു വീഡിയോ കണ്ടതാണ്, നമ്മൾ ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ശ്വസിച്ച് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഏജ് വരുമ്പോഴത്തേക്കും നമ്മുടെ ബോഡിയും എല്ലാം ഭയങ്കര വീക്കായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കിച്ചണിലാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത് അല്ലേ. ഞാനങ്ങനെയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും അധികം അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കുക, നന്നായിട്ട് ജനലൊക്കെ തുറന്ന് വാതിലൊക്കെ തുറന്നിട്ടിട്ട് വേണം നമ്മൾ നിൽക്കാൻ. നമ്മൾ തന്നെ സൂക്ഷിക്കണം. ഓക്കെ, അപ്പൊ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, വലിയുള്ളി, തക്കാളി, പച്ചമുളക്, പിന്നെന്താ നാരങ്ങ, ഇതൊക്കെ വേണം. അപ്പോൾ നമ്മൾ നന്നാക്കേണ്ടതൊക്കെ വേഗം വേഗം നന്നാക്കി എടുക്കുകയാണ് കേട്ടോ. ഇഞ്ചിയൊക്കെ നന്നായി കഴിഞ്ഞു. ഇതാ നമ്മുടെ വലിയുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഞാൻ ഇതിലോട്ട് എടുക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പൊ എൻ്റെ ഉമ്മയൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ബിരിയാണിയാണ്. അതിന്റെ കുറച്ച് ഈസി ആയിട്ടുള്ള വേയിലാണ് ഞാൻ കാണിക്കുന്നത്. ഓക്കെ, മറ്റേ ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ പറ്റിയ രീതിയിലുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്ന് കുടന്നോ എന്താ ഇതിന് പറയാ, വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിലോട്ട് തന്നെ 2 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ, ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അരിയാണ്. ഞാൻ ജീരകശാലയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അയ്യോ അരി പോകുന്നു, അതിനൊക്കെ പെറുക്കി എടുക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ 5 നാഴി അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 5 നാഴി അരിക്ക് നമുക്ക് 5 വലിയുള്ളി വേണം. 6 നാഴി അരി എടുത്തിട്ടുണ്ടോ, അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്. 6 നാഴി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ അരി ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ പീസാണ് ഇവിടെ, ലെഗ് പീസും പിന്നെ വിങ്സിൻ്റെ ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പിട്ടിട്ട് ഇതിനൊന്ന് മസാല തിരുമ്മി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ചിക്കനിലോട്ടൊന്ന് നല്ല എരിവും ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് നെയ്യും, അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, ഒരു 6 വലിയുള്ളി സ്ലൈസ് ചെയ്തത്, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് മല്ലിയില, പുതിന ചോപ്പ് ചെയ്തത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു കൈപ്പിടി, രണ്ടും കൂടെ മിക്സ് ചെയ്തതാ. പിന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു 2 സ്പൂൺ കേട്ടോ. ബാക്കി 2 സ്പൂണ്, ബാക്കി ഒരു 3 സ്പൂൺ ഉണ്ട്, അത് നമുക്ക് ആവശ്യം വരും. ഇതിലോട്ട് 2 സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഏകദേശം ഒരു 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഗരം മസാല 1 സ്പൂണ്, കുരുമുളക് പൊടി 1/4 കേട്ടോ. പിന്നെ ഒരു 5 തക്കാളി എടുത്തിട്ടുണ്ട്. ഒരുപാട് പുളി വേണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ തക്കാളി കുറച്ച് കമ്മിയാക്കിയത്. പിന്നെ അടച്ചു വെച്ചിട്ട് ഈ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഒരുപാട് ഓയിലും നെയ്യൊന്നും ആവശ്യമില്ല കേട്ടോ ഇതിലോട്ട്. പിന്നെ അതാ ഞാൻ ചിക്കൻ്റെ പീസ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഞാൻ എന്തായാലും ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ പൊരിച്ച് ചേർത്ത് കൊടുക്കണേക്കാട്ടിലും ചിക്കന് ഇങ്ങനെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണിക്കാണ് ഫ്ലേവർ കൂടുതൽ എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഇത് ഓക്കെ, ഒരുപാട് ഓക്കെ പറയുന്നുണ്ടല്ലേ. പിന്നെ ഇതാ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം. എണ്ണയും നെയ്യും കൂടി എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റില്ലേ, പച്ചമുളക്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് അരി കഴുകി വാർന്ന് വെച്ചതാണ്, അതിനൊന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം കേട്ടോ. ഇതിലോട്ട് നമുക്ക് ഇനി ചുടുവെള്ളമാണ് വേണ്ടത്. ഞാൻ ഇളം ചുടുവെള്ളം എടുത്തിട്ടുള്ളൂ, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ.
അപ്പൊ ഇതാ ഞാനിവിടെ നമ്മുടെ പാത്രത്തില്, ഈ ഒരു പാത്രത്തിലല്ലേ ഞാൻ അരി അളന്ന് വെച്ചത്, 1.5 പാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ 1 ഗ്ലാസ് ആണെങ്കിൽ എനിക്ക് 1.5 മതി കേട്ടോ. അത്ര വെന്താൽ മതി, ബാക്കി ദമ്മിൽ വേവണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്, അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അതിലോട്ട് ഇതുപോലെ 1 കപ്പ് തൈരും പകുതി നാരങ്ങയും മാത്രം മതി, ഒത്തിരി പുളി വേണ്ട, അതുകൊണ്ടാണ് കേട്ടോ. ചെറിയൊരു ബൗള് തൈര്, അത്യാവശ്യം പുളിയുള്ള തൈരായിരുന്നു, അപ്പൊ അത്രയും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് വീണ്ടും അടച്ചു വെക്കുന്നുണ്ട്. അപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 1/4 ഭാഗം വെന്താൽ മതി നെയ്ച്ചോറ്. സാധാരണ നെയ്ച്ചോറിന് നമ്മൾ ഇരട്ടി വെള്ളം എടുക്കുമല്ലോ, ഞാൻ 1.5 എടുത്തിട്ടുള്ളൂ. 1.25 എടുത്താലും ഇനി പ്രശ്നമൊന്നുമില്ല, ബാക്കിയൊക്കെ നമുക്ക് ദമ്മിൽ വേവിച്ചെടുക്കാൻ പറ്റും. അപ്പൊ ചിക്കനായി, നെയ്ച്ചോറായി. ഇതിന്റെ മുകളിലോട്ട് ഈ ചോറങ്ങ് കൊട്ടിക്കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇനി 2 ലെയറായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ പകുതി മസാല മാറ്റി വെച്ചിട്ട് പകുതിയാക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ എന്തായാലും ഇവിടെ മല്ലിയിലയും പുതിനയിലയും ചോപ്പ് ചെയ്തതും നെയ്യും കൂടെയാണ്. പിന്നെ നമ്മുടെ അലങ്കാര വസ്തുക്കളൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ ഉള്ളി പൊരിച്ചത്, കാഷ്യൂ, കിസ്മിസ് പൊരിച്ചത്, ഇതൊക്കെ. പക്ഷെ ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, ഇവിടെ വലിയ താല്പര്യമില്ല കേട്ടോ. ഉള്ളി പൊരിച്ചത് പിന്നെയും കുഴപ്പമില്ല, കാഷ്യൂ കിസ്മിസ് ഒന്നും വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളിത് അങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ചെറിയ തീയിലങ്ങ് ഇരുന്നോട്ടെ. അപ്പോഴാണ് ഇത് കംപ്ലീറ്റ് വെന്ത് സൂപ്പറായിട്ട് വരുള്ളൂ. ഓരോ അരികളും ഇങ്ങനെ വേറെ ആയിട്ട് വരിക, അതൊരു സാറ്റിസ്ഫൈ ആണല്ലേ. എനിക്ക് ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിന് എപ്പോഴും സന്തോഷം തോന്നുന്ന ഒരു കാര്യം അതാണ്. നമ്മളിങ്ങനെ വിളമ്പുമ്പോൾ ഓരോ അരികൾ ഇങ്ങനെ വേറെ വരണം. പക്ഷെ നമ്മുടെ റാവുത്തർ ബിരിയാണി അങ്ങനെ വരൂല കേട്ടോ. റാവുത്തർ ബിരിയാണി വിളമ്പുമ്പോൾ എല്ലാവരും കുറച്ച് വെള്ളം ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അതിന്റെ ടെക്സ്ചർ അങ്ങനെയാണ്. ഓക്കെ, അപ്പൊ അതങ്ങനെ വരൂല. പിന്നെ ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞ് കുളി കഴിഞ്ഞ് അടുക്കളയിലോട്ട് വരുമ്പോഴത്തേക്കും സമയം ഏകദേശം 1:45 ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് എന്താണ്, പപ്പടം പൊരിക്കണം, ചിക്കൻ പൊരിക്കണം. നായി നമ്മുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല, അതാണ് സൗണ്ട്. അങ്ങനെ ഇതാ ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ പപ്പടം പൊരിക്കണം. ആദ്യം പപ്പടം പൊരിക്കണം വിചാരിച്ചാണ്, മറന്നുപോയിട്ടാ. ഇനിയിപ്പോൾ ചിക്കൻ പൊരിച്ചിട്ട് നമുക്ക് വേറെ ചട്ടീനെ വെക്കാം പപ്പടം പൊരിക്കാൻ, അല്ലാണ്ടിരുന്ന സമയമാവില്ല, സമയം വൈകും. അങ്ങനെ ഇതാ നമ്മുടെ ടെക്സ്ചർ നോക്കിട്ടോ ബിരിയാണിയുടെ ഇങ്ങനെ വരണം. ഇതാണ് എൻ്റെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം. എൻ്റെ ഫേസിലുള്ള ചിരി കണ്ടില്ലേ, ഭയങ്കര മൊഞ്ചുണ്ട്, ടേസ്റ്റ് ഉണ്ട്, ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ. എന്തായാലും ബിഗിനേഴ്സിനും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കുറേ പേർക്ക് ഇപ്പോഴും കുക്കിംഗ് പഠിച്ചു വരുന്ന കുറേ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ബിരിയാണിയുടെ റെസിപ്പി. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിത് കാസറോളിൽ വിളമ്പിയിട്ട് എടുക്കുകയാണ്. ഒരുപാട് അങ്ങ് ഇളക്കി ഉപ്മാവ് പോലെ ആക്കരുത് കേട്ടോ. ഞാൻ പതുക്കെ ഇളക്കുന്നത്, വീഡിയോ മാത്രം സ്പീഡിൽ കാണിക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാ റൈസൊക്കെ വിളമ്പി അതിന്റെ മുകളിലോട്ടാണ് ഞാൻ ചിക്കൻ്റെ പീസൊക്കെ വിളമ്പി എടുക്കുന്നത്. ഇവിടെ പൊതുവേ ലെഗ് പീസ് ഫ്രൈ ആണ് ഇഷ്ടം. അപ്പൊ എന്തായാലും ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവരുടെ എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് നോക്കണം. അവര് ചിലപ്പോൾ പറയും, അയ്യോ ലെഗ് പീസ് ഫ്രൈ ചെയ്തുകൂടായിരുന്നില്ലേ എന്ന് വേണമെങ്കിൽ ചോദിക്കും. പക്ഷെ എനിക്ക് ബിരിയാണിയിലിട്ട് ലെഗ് പീസ് കഴിക്കണ ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രമല്ല അതിലേറെ ഹാപ്പി ആയത് ഉപ്പാക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറച്ചേ കഴിക്കുള്ളൂ, പക്ഷെ അത് ഭയങ്കര സന്തോഷത്തോടെ കഴിച്ചു. ലെഗൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഭയങ്കര സന്തോഷം എനിക്ക്. അങ്ങനെ ഇതാ ഞാൻ എല്ലാം സെർവ് ചെയ്യാണ്. ഇനിയിപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ചെറിയ 2 വർക്കും കൂടെ ബാക്കിയുണ്ട്. തുണി ഉണങ്ങാനിടണം, ഉണങ്ങിയ തുണികൾ മടക്കി വെക്കണം. ഇന്ന് മടി വെച്ചിട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല. കാരണം എനിക്ക് വൈകുന്നേരം ലേഡീസ് പ്ലാന്റിൽ പോയിട്ടാണ് ഞാൻ ഡ്രസ്സ് എടുത്തത്, അങ്ങോട്ട് പോകണം. പിന്നെ അതേപോലെ മോനിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. റിഹാൻക്ക് ഡ്രസ്സ് വേണ്ടാന്ന് പറഞ്ഞു, എന്നാലും ഞാൻ 2 ടീഷർട്ട് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ ഇക്കാക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഒന്നും മേടിച്ചു കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ ഇക്കാക്ക് ബർത്ത്ഡേക്ക് ഒരു ഡ്രസ്സ്, ഒരു ഷർട്ടോ ജുബയോ അങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കണം എന്നും പ്ലാനുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇങ്ങോട്ടാണല്ലോ ഗിഫ്റ്റ് കിട്ടിയത്, ഗിംബല്. അങ്ങനെ ഇക്കങ്ങനെ പറഞ്ഞ് എന്നെ കളിയാക്കി. സാധാരണ ബർത്ത്ഡേക്ക് അങ്ങോട്ടാണ് കൊടുക്കുക, എനിക്ക് ഇങ്ങോട്ടാണല്ലോ ഞാൻ തന്നെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ഞാനത് കിട്ടിയതിൽ ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കണം കേട്ടോ എന്താണ് എങ്ങനെയാണ് യൂസ് ആക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡെല്ലാം അടിച്ച് ഇനി പാത്രം കഴുകണം. സ്വീറ്റൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പൊതുവേ ഓണം കഴിഞ്ഞിട്ട് സ്വീറ്റ് കുറച്ച് കൂടുതലാണ്. എന്തോ ഭാഗ്യത്തിന് ഞാൻ വെയിറ്റ് കൂടിയിട്ടില്ല, പിന്നെ ഇന്ന് കുറഞ്ഞിട്ടില്ല. ഇനി അത് കുറയ്ക്കണമെങ്കിൽ
നല്ല അടിപൊളി ഡയറ്റ് തന്നെ എടുക്കണം കേട്ടോ. അത് റീസ്റ്റാർട്ട് ചെയ്യണം ഇൻഷാല്ല. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേസ്റ്റൊക്കെ കൊണ്ട് കളഞ്ഞു. നായ്ക്കുന്ന ഭയങ്കര കുശാലായിരിക്കും, നിറയെ എല്ലൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ പാത്രം കഴുകാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞ ശേഷം ഞാൻ വേഗം പോയി തുണികളൊക്കെ എടുത്തിട്ട് വന്നു കേട്ടോ. ഉണങ്ങിയ തുണികൾ 2 വാഷിൻ്റെ തുണികളുണ്ട്. അപ്പോൾ അതിനൊക്കെ എടുത്തിട്ട് വന്നു. അതിന് ശേഷം തുണികൾ ഇടും വേണം നമുക്ക്. ഒരു വാഷിങ്ങേ ഞാൻ ഇന്ന് ചെയ്തിട്ടുള്ളൂ, 2 ചെയ്യാൻ സമയമില്ല. അപ്പം ഞാൻ 1 മാത്രം ചെയ്തു. 1 നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ തുണികളിനൊക്കെ എടുത്തു. ഇനിയിപ്പോൾ എന്താണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ കേട്ടോ. നമ്മുടെ വ്ളോഗ് വഴി കമൻറ്റ് വായിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. കാരണം നമ്മൾ പണ്ട് മുതലേ നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ട് എന്നെ ഇഷ്ടപ്പെട്ട് കാണാൻ തുടങ്ങിയ ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവും വിചാരിച്ചിട്ടല്ലേ നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുന്നതും. പിന്നെന്താണ്, നമ്മുടെ മന്തി അൽഫാമിൻ്റെ ഒക്കെ റെസിപ്പി ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റയിലും ഒക്കെ ചോദിക്കുന്നുണ്ട്. യൂട്യൂബിൽ കാണുന്നുണ്ടോ അവർ വീഡിയോ എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റയിൽ ഇനി എനിക്കത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ട്. അങ്ങനെ ഇതാ തുണികളിൽ കൊണ്ടുവന്ന് ഉണങ്ങാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും കഴിഞ്ഞ് അകത്തോട്ട് വന്ന് വാതിലൊക്കെ അടച്ചു. ഇനി നെക്സ്റ്റ് പരിപാടി ഇതാ ഒരു ചുമ തുണികളുണ്ട്. ഇനി അതിനൊക്കെ ഒന്ന് മടക്കിയെടുക്കണം. ഞാൻ പോയി ഇപ്പം കിടന്നു കഴിഞ്ഞാൽ ഇത് ഇവിടെ കിടക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഓക്കെ ഇത് കഴിഞ്ഞിട്ട് പോയി കിടക്കാം. ഇപ്പോൾ ഒരു മടിയൊന്നുമില്ല കേട്ടോ, വേഗം അങ്ങ് ചെയ്ത് തീർക്കാം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ്. ചില സമയത്ത് നമുക്കൊരു മടി വരുമല്ലോ, അത് വരുന്നതിന് മുമ്പേ ഇതങ്ങ് തീർത്ത് കഴിഞ്ഞാൽ അവിടെ നീറ്റായി കിടക്കും. കാരണം രാത്രി വന്നു കഴിഞ്ഞിട്ട് എനിക്ക് സമയം കിട്ടൂല. നമ്മളൊരു 4-5 മണിയാകുമ്പോൾ പോകാന്നുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ കംപ്ലീറ്റ് മടക്കി കഴിഞ്ഞ് ഒരു അരമണിക്കൂറൊക്കെ സമയമുണ്ട് കേട്ടോ. ആ സമയം ഞാൻ വേഗം കുട്ടികളുടെ റൂമിൽ പോയിട്ട് ഞാൻ കിടന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ ചായ എല്ലാം കുടിച്ച് റെഡി ആയിട്ട് പോകാൻ നിൽക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് തന്നെ ലേഡീസ് പ്ലാനറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എന്നോട് എല്ലാവരും പിന്നെ ത്രെഡ് ചെയ്യാറില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാൻ ഓക്കെ ത്രെഡ് ചെയ്യാം, നാളെ ഒരു കല്യാണം അല്ലേ എന്നും പറഞ്ഞിട്ട് ആദ്യം അവിടെ പോയി ത്രെഡിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ഇപ്പം നമ്മളിങ്ങനെ ലേഡീസ് പ്ലാനറ്റിലോട്ട് പോകുന്നത് കേട്ടോ. ഒരുപാടൊന്നും വളർന്നിട്ടൊന്നുമില്ല നമ്മുടെ പുരികം. അപ്പോൾ കഞ്ചിക്കോട് വെച്ചിട്ടാണ് നമ്മൾ ത്രെഡ് ചെയ്യാറ്. ത്രെഡിങ് ഒക്കെ കഴിഞ്ഞതാ ഞങ്ങൾ വീണ്ടും പോകുന്നുണ്ട്. ഫേഷ്യലും അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. കാരണം കല്യാണത്തിന് പോകാനേ നമ്മൾ അങ്ങനെ പ്ലാനൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ശരി എല്ലാവരും വന്ന് വിളിച്ചതല്ലേ, നമുക്ക് വീട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകണ്ടേ എന്ന് വിചാരിച്ചിട്ട്. ഇല്ലെങ്കിൽ ഉമ്മ ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ എന്തായാലും പോകും കേട്ടോ. ഉമ്മ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ഉഷാറായിരിക്കും, ഡ്രസ്സ് എടുക്കാൻ പോലും അങ്ങനെ ഇങ്ങനെയായി. കാരണം കോയമ്പത്തൂരല്ലേ, കോയമ്പത്തൂർ പറയുമ്പോൾ ഒരു പാർട്ടി പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു ഇതായിരിക്കും. ഡ്രസ്സാണെങ്കിലും എല്ലാം ആണെങ്കിലും കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ലേഡീസ് പ്ലാന്റിൽ പോയി. അവിടുന്ന് കുറേ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ നോക്കി അവസാനം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് എടുത്തിട്ട് വന്നു. 2 ഡ്രസ്സ് ഇഷ്ടമായി, പക്ഷെ 2 ഡ്രസ്സ് ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏത് കളറ് എന്നൊന്നും പ്ലാൻ ചെയ്യാണ്ട് കേട്ടോ പോയത്. കാരണം പ്ലാൻ ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് നമുക്കത് കിട്ടൂല. അപ്പോൾ ഒന്നും പ്ലാൻ ചെയ്യാണ്ട് അങ്ങ് പോയിട്ടാ. ബഡ്ജറ്റ് മാത്രം മൈൻഡിൽ കുറച്ച് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഓവർ എക്സ്പെൻസ് ഒന്നും എടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അത് കാരണം അത് മാത്രമൊന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് എത്ര പ്ലാൻ ആക്കിയാലും കുറച്ച് അധികം ആകും. പിന്നെ നമ്മൾ നേരെ പോയത് മാക്സിലോട്ടാണ്. അയൻകുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം, അവൻ കല്യാണത്തിന് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ അവനക്കൊന്നും എടുക്കാൻ വിചാരിച്ചു. റിഹാനും പിന്നെ എക്സാം ആയതുകൊണ്ട് അവൻ വരുന്നില്ല. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു കൂട്ടും വേണ്ടേ, അപ്പോൾ റിഹാൻ ഇവിടെ ഇരിക്കാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ പ്ലാനിങ്. അപ്പം മേലത്തെ സെക്ഷനിൽ പോയപ്പോൾ ഒക്കെ കുട്ടി ഡ്രസ്സ് ഇട്ടാൽ അവനക്ക് പറ്റുന്നില്ല. പിന്നെ നമ്മൾ താഴെ തന്നെ തിരിച്ചു വന്നു. താഴെ നിന്ന് അവനക്ക് കുറച്ച് സൈസ് കൂടുതലുമാണ്. പിന്നെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇച്ചിരി സൈസ് കൂടുതൽ ഇടുന്നതല്ല ഇഷ്ടം. അത് ഭയങ്കര ഹാപ്പി. അങ്ങനെ ഇക്കാണ് കേട്ടോ ഷർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തത്. പാൻറ് അവൻ തന്നെ എടുത്തു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ഇക്കാനോട് പറഞ്ഞത്, ശരി നിങ്ങൾ ഇവിടെ തന്നെ നിങ്ങളുടെ ബർത്ത്ഡേ ഡ്രസ്സും കൂടെ എടുക്കി, ഞാൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇക്കയും പോയി ബർത്ത്ഡേ ഡ്രസ്സൊക്കെ എടുത്തു. റിഹാൻക്ക് ഒരു 2 ടീഷർട്ട് എടുത്തു. പിന്നെ ഞാനവിടെ ഓർണമെന്റ്സിന്റെ സെക്ഷനൊക്കെ നോക്കി, പക്ഷെ നമുക്ക് പറ്റുമോ എന്നൊരു ഡൗട്ടായിട്ട് ഞാൻ എടുത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് തന്നെ ഇറങ്ങി പോകുന്നു കേട്ടോ. കാരണം ഇന്ന് ഹെവി ഫുഡല്ലേ, ഇനി പോകുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഹെവി ആക്കണം. മൈൻഡിലൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. ചീറ്റ് ഡേ ഭയങ്കര ചീറ്റ് ഡേ ആയിപ്പോയി അല്ലേ. സൺഡേയും മൺഡേയും ഒക്കെ പിടിക്കുക എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ നേരെ അൽത്താസയിലോട്ടാണ് കേട്ടോ വിട്ടത്. അവിടുത്തെ ഷവർമ, സ്പെഷ്യൽ ചിക്കൻ ഷവർമ ആണെങ്കിൽ ഒരുപാട് ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പാർസലാണ് മേടിച്ചത്. അവിടെ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ചു.
പിന്നെ മാക്സിമം അൽത്താസിന്നും നമ്മുടെ ഓരോ സബ്സ്ക്രൈബേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു, വന്ന് സംസാരിച്ചു, ഒരുപാട് സന്തോഷം തോന്നിയിട്ടാ. അവരോട് ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. പന്തം കണ്ട പെരിച്ചാഴി പോലെ ഞാൻ നിന്നില്ല. ഓക്കെ, അങ്ങനെ ഞങ്ങൾ വെറുതെ ഇരിക്കണ്ടെന്ന് വിചാരിച്ച് കുറയ്ക്കാൻ വേണ്ടി ഫ്രഞ്ച് ഫ്രൈസും അതുപോലെ കിവിയുടെ ഓരോ മൊജിറ്റോ മേടിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ നമ്മൾ പാർസലാക്കിയിട്ടാ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ പാർസലും വന്ന് അതിന് ശേഷം നമ്മൾ ഇനി നേരെ വീട്ടിലോട്ട് പോകണം. ഇക്ക പറഞ്ഞു വീട്ടിലെത്തിയതും എനിക്ക് ഷവർമ വേണം, ഞാൻ ഡ്രസ്സ് പോലും മാറ്റൂല, അതിൻ്റെ ചൂടാറിക്കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. ശരിക്കും പറഞ്ഞാൽ അത് കിട്ടിയ ഉടനെ അവിടെ നിന്ന് തന്നെ ഇരുന്ന് കഴിക്കണം. കിവിയുടെ ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ എക്സ്പ്രഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടെണ്ണേ മേടിച്ചിട്ടുള്ളൂ. കാരണം ഞാൻ ഇക്കാൻ്റെന്നും മോൻ്റെന്നും കുറച്ച് കുറച്ച് കുടിക്കാമെന്ന് വിചാരിച്ചു. 3 മേടിച്ചു കഴിഞ്ഞാൽ വേസ്റ്റ് ആവുന്ന ഉറപ്പാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് അവിടുന്ന് നേരെ ഇനി വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ എന്താണ് ഇനി കാര്യമായിട്ട് പറയാനുള്ളത്, നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം, അത് നിർബന്ധമുള്ള കാര്യമാണ് പ്ലീസ്. പിന്നെ നമ്മൾ സെലക്ട് ചെയ്ത ഡ്രസ്സ് ഇഷ്ടമായിച്ചോ എന്ന് പറയണം. ഇനിയിപ്പോൾ കല്യാണത്തിൻ്റെ വ്ളോഗൊന്നും ഉണ്ടാവില്ല കേട്ടോ. അവിടെ പോയി കുടുംബക്കാരനെയൊക്കെ കണ്ട് എൻജോയ് ചെയ്ത് അങ്ങനെ വരണം എന്നാണ് പ്ലാന്. നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കില്ല, കാരണം വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കല്യാണം എൻജോയ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, പിന്നെ അവിടെ നമുക്ക് അങ്ങനെ അറിയുന്ന ആൾക്കാരും ഇല്ലല്ലോ, അതുകൊണ്ട് നമ്മൾ വീഡിയോസ് ഒന്നും എടുക്കില്ല കേട്ടോ. ആരും ഞാൻ ചോദിക്കൊന്നും വേണ്ട എന്താ വീഡിയോസ് എടുക്കാത്തേന്നുള്ളതൊന്നും. അങ്ങനെ ഇതാ വീട്ടിലോട്ട് വന്നു, ഗേറ്റ് എല്ലാം തുറന്നു. ഇനിയിപ്പോൾ നേരെ പോകണം. ഡ്രസ്സ് മാറ്റണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൈയൊക്കെ ഒന്ന് കഴുകിയിട്ട് പ്ലേറ്റുകളൊക്കെ കൊണ്ടുവച്ചു കേട്ടോ. ഉമ്മ അവിടെ ഇരിക്കണ്ടായിരുന്നു. റിഹാനുള്ളതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനെ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഒറ്റയ്ക്കല്ലല്ലോ. അപ്പോൾ ആ പ്ലേറ്റുകളൊക്കെ കൊണ്ടുവന്ന് നിരത്തി. എൻ്റെ ഈ ഡ്രസ്സ് ഇഷ്ടമായിച്ചോ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഇട്ട ഡ്രസ്സില്ലേ അതെനിക്ക് ഭയങ്കര ടൈറ്റ് ആയിരുന്നു, അതുകൊണ്ട് എനിക്കത് ഇടാൻ ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു. ഇപ്പം എനിക്ക് നല്ല ലൂസുമാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഇതാണ് കുട്ടിയുടെ ഡ്രസ്സ് കേട്ടോ. അവൻ വന്നതൊന്ന് ഇട്ട് നോക്കിയതാണ്. ഉപ്പാക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചില്ല, പക്ഷെ എനിക്കൊക്കെ ഇഷ്ടമായി. അങ്ങനെ നമ്മുടെ ഷവർമയൊക്കെ ഓപ്പൺ ആക്കുന്ന സമയത്താണ് ഉമ്മാക്കൊരു കോൾ വന്നത് കേട്ടോ. ഉമ്മ അതിൽ പെട്ടു. അയ്യോ ചൂടാറുമല്ലോ ഉമ്മാൻ്റെ ഷവർമ എന്നായിരിക്കും മൈൻഡിൽ. അപ്പോൾ എന്തായാലും കോള് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് വരട്ടെ. ഞാൻ എന്ത് ചെയ്തു, അവിടെ എല്ലാവർക്കും കൂടെ സെർവ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. സാലഡ് ഉണ്ടാവും, പക്ഷെ അവർ 6 ഷവർമ വെച്ചിട്ടുണ്ട്, 5 സാലഡ് വെച്ചിട്ടുള്ളൂ. അതെന്താണെന്നറിയില്ല, 6 വെച്ചിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് ഒരു ഐഡിയ ഇല്ല കേട്ടോ. സാധാരണ 6 വെച്ച് കഴിഞ്ഞാൽ 6 തന്നെ വെക്കണ്ടേ. അങ്ങനെ നമ്മൾ ഒരു പ്രാവശ്യം ഇവിടുന്ന് പാർസൽ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ കുട്ടിക്ക് കഴിക്കാൻ പറ്റിയില്ല, അവനക്ക് വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൻ കഴിച്ചില്ല. അപ്പോൾ ഇന്ന് അവൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ, കാണിക്കുന്നുണ്ടില്ലേ. അവനക്ക് പൊതുവേ ഇങ്ങനത്തെ ഫുഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ആൾക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് ഇൻഫെക്ഷനും വരും, ദഹനക്കേട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഇത് കംപ്ലീറ്റ് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിനെ പൊട്ടിച്ചുകൊണ്ട് എടുക്കുന്നു കേട്ടോ പിള്ളേർക്ക് കൊടുക്കാൻ. അവസാനം ഉപ്പാക്ക് ഞാനൊരു ദോശയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ ഇതാ നമ്മുടെ വീഡിയോ തീർന്നു. വീഡിയോസൊക്കെ ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. നമ്മുടെ ഡ്രസ്സ് ഇഷ്ടമായിച്ചാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഊർജ്ജം. അപ്പോൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.